അപ്പൊ മീനൊക്കെ കാണണു. ഇത് മീൻ ഇത്രയും ഇതൊക്കെ സംഭവിച്ചു. TVS രണ്ടും തകർത്താ. പുലിപോലെ വണ്ടിയൊക്കെ അടിച്ചായിരുന്നു. അപ്പോഴേക്കാണ് ഇങ്ങോട്ട് പോയി. ഞാൻ അറിഞ്ഞില്ല. ഫിലോപ്പി മീന് അപ്പോൾ ചേട്ടായിമാരെ രാവിലെ എണീച്ച് നമ്മുടെ ചുങ്ങമന്ന ജംഗ്ഷനിൽ ആരും അറിഞ്ഞിട്ടില്ല. 5 മണി 5:15 സംഭവിച്ച സംഭവമാണ്. ഞാൻ വരുമ്പോഴേക്ക് ബസ് പോയിരിക്കുന്നു. ബസ്സിനെ അവിടെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, അറിയില്ല. വൻ അപകടം പറഞ്ഞാൽ വൻ അപകടം. ടിപ്പറും ബസ്സും കൂടി അടിച്ചാണ്. ഇതിൻ്റെ യഥാർത്ഥ രൂപം എന്താണെന്നുള്ളത് ഇപ്പോൾ അറിയില്ല. നമ്മൾ വന്നു, ഈ ചിന്നിച്ചതറി കിടക്കുന്നത് 2 TVS ഒക്കെ ഇടിച്ച് തകർത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. മീൻകാരൻ്റെ മീനും കാര്യങ്ങളും മത്തി കാര്യങ്ങളെല്ലാം റോഡ് സൈഡിൽ ചിന്നിക്കിടക്കുന്ന കാഴ്ചയാണ്. ഇപ്പോൾ വരുമ്പോഴേക്ക് ഈ റോഡ് ഗതാഗതം സ്തംഭിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ബസ് മാറ്റി നിർത്തിയാണെന്നാണ് മനസ്സിലായത്. ടിപ്പർ കുറച്ച് അപ്പുറത്തുണ്ട്. നമുക്കിവിടെയുള്ള ചേട്ടന്മാരുടെ അടുത്ത് ചോദിക്കാം എന്താ സംഭവിച്ചെന്നുള്ളത്. ഇവർ കണ്ട ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ ചോദിക്കാം. ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ സംബന്ധിച്ച് അവിടുത്തെ ടിപ്പർ വരുന്നുകൊണ്ട് അവിടുത്തെ ഇൻഡിക്കേറ്ററിൽ അവർക്ക് ഇടുന്നുകൊണ്ട് തിരിച്ചുകൊണ്ട് ബസ് പിന്നാലെ വരുന്നതുകൊണ്ട് ഒറ്റ പോകുന്ന കാര്യം. 2 TVS അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെന്താ TVSകാർക്ക് എന്തെങ്കിലും പറ്റില്ലല്ലോ. പറ്റിയില്ല. അവരെന്തൊക്കെ പ്രശ്നം മാറി തരുന്നവരായിരിക്കും കേട്ടത്. അപ്പം അടിച്ചു. അപ്പം തന്നെ ഇതായി ഇതന്നെ സംഭവിച്ചു. വേറെ ആർക്കൊന്നും പറ്റില്ല. ഡ്രൈവർക്കാർക്ക് എന്താ ചെയ്യില്ല. ടിപ്പറുകാരനെന്താ അവിടെ എന്തോ പുള്ളിക്കാരൻ്റെ ലെവൽ വെച്ച് നോക്കുമ്പോൾ ഇവർ ചായ കുടിക്കാൻ വന്നിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവിടെ നിൽക്കുന്നത് ഇപ്പോൾ ഏകദേശം തിരക്കുള്ള സ്ഥലമായതുകൊണ്ടൊക്കെ വണ്ടി കാര്യങ്ങളൊക്കെ മാറ്റി ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് ബസ് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അത് നോക്കാം. അപ്പുറത്തെ ടിപ്പർ നിൽക്കേണ്ട അത് നോക്കാം. സംഭവിച്ചത് ഒരു ടൂറിസ്റ്റ് ബസ് അവിടെ നിന്ന് വരുമായിരുന്നു. ടിപ്പർ അതിന് മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടിപ്പർ കട്ട് റോഡിലേക്ക് തിരിച്ചു. പെട്ടെന്ന് തിരിച്ചതാണ് എന്നാ പറയുന്നത്. ഞാൻ ദൃക്സാക്ഷിയല്ല, ആണെന്നല്ലേ പറയാൻ പറ്റുള്ളൂ, കേട്ടറിവ് കൊണ്ടല്ലേ പറയാൻ പറ്റുള്ളൂ. ദൃക്സാക്ഷിയല്ല. അങ്ങനെയാണ് സംഭവിച്ചതെന്നാ പറയുന്നത്. ഇപ്പൊ വണ്ടി മാറ്റിയുള്ളൂ. ഈ വണ്ടി പോലീസുകാർക്ക് അവിടെ നിന്ന് ഓർഡർ കൊടുത്തു. ട്രെയിൻ വന്ന് ബസ്സിനെ നീക്കം ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയി. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ തൊട്ടടുത്ത വണ്ടി ഇടിച്ചതിന്റെ തൊട്ടടുത്ത ഓട്ടോ സ്റ്റാൻഡ് നമ്മുടെ നാരായണേട്ടൻ ഗ്യാങ്ങുകളൊക്കെ ഉണ്ട്. അവരുടെ അടുത്തും കൂടി അഭിപ്രായം ചോദിക്കാം. നാരായണേട്ടാ കൂടി ഉണ്ടായിരുന്നില്ലല്ലോ, വെളുപ്പിന് നടക്കാൻ പോയി അങ്ങനെയൊന്നുമില്ലല്ലോ. ഞാൻ കണ്ടില്ല സംഭവം. ഞാൻ പോയിട്ട് സംഭവിച്ചു. ഇപ്പോൾ വണ്ടിയൊക്കെ ഇപ്പോൾ എടുത്തിട്ട് പോയുള്ളൂ. അപ്പോൾ വേറെ ആരും ഇല്ല. അത് വെളുപ്പിൻ സംഭവം ആയതുകൊണ്ട് മൊത്തം ആരും അറിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ടിപ്പർ വന്നു. ടിപ്പറും ബാക്കിൽ ടൂറിസ്റ്റ് ബസ്സും വന്നു. ടിപ്പറുകാരൻ ഇരുട്ടല്ലേ എന്ന് പറഞ്ഞ് വെളുപ്പല്ലേ എന്ന് പറഞ്ഞ് അവൻ വേറെ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഇൻഡിക്കേറ്റർ കൊണ്ട് പെട്ടെന്ന് തിരിച്ചാണെന്നാണ് പറഞ്ഞത്. ബസ് അടിച്ച് തകർത്ത് എന്തോ ഒന്നും ആളുകൾക്കൊന്നും പറ്റിയില്ല. കാര്യങ്ങൾ മീൻകാരുടെ വണ്ടി മറ്റേ വണ്ടിയൊക്കെ പോയില്ലേ. TVS കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ആർക്കും അപകടം ഒന്നും ഇല്ല എന്നാണ് ഇപ്പൊ ഞാൻ അറിഞ്ഞത്. ഡ്രൈവർക്ക് മാത്രം ചെറിയ രീതിയിൽ പറ്റിയിട്ട് വേറെ ഒന്നും ആളുകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് വലിയ ഭാഗ്യം. നമ്മുടെ ചുങ്ങമന്ത്രണ്ട് അത് വലിയ ഭാഗ്യം. എല്ലാവരും വണ്ടികൾക്ക് പറ്റിയാലും കുഴപ്പമില്ല. കോട്ടൻ ഇപ്പൊ കണ്ണീർ തട്ടേണ്ട തിരുവത്തി തട്ടി എന്ന് പറഞ്ഞ പോലുള്ള സെറ്റ്. എവിടുത്തെ ടിപ്പറാണോ പോലെ ഗ്ലാസ് കാര്യങ്ങള്. അതാ വരുന്നടാ. ശരി, നിങ്ങൾ വിട്ടോ. വണ്ടി ആക്സിഡന്റ് നടന്നതിന്റെ ഓപ്പോസിറ്റ് നിങ്ങളുടെ ഷീറ്റ് ഇതിലൊക്കെ പോയിരിക്കുന്നു.
പുള്ളിക്കാരൻ്റെ ഷീറ്റാണ് ഈ കിടക്കുന്ന ഇത്. ഞാൻ ഇത്ര നേരം വേറെ കടയിൽ നിന്ന് ലോട്ടറി കടൻ്റെ ഫ്രണ്ടാണ് സംഭവം പോയിരിക്കുന്നത്. വണ്ടി പൊക്കുമ്പോഴേക്ക് വന്നു മുന്നേ വന്ന നേരത്തെ അറിഞ്ഞ സംഭവം എത്ര മണിക്കപ്പോൾ സംഭവിച്ചോ? 5:30 സംഭവിച്ചാണ്. 2 TVS മാത്രം അടിയിലുണ്ടായിരുന്നു. 2 TVS പോയി അത് അടിപ്പെട്ടു അവിടെ മത്തിക്കായി മൊത്തം അടിച്ചു പോയി. ഷട്ടറിലേക്ക് അടിയിട്ടു മടങ്ങി ഉള്ളിലേക്ക്. അതിന്റെ ഷട്ടറിലേക്കും അടി പറ്റിയിട്ടെന്നാണ് പറയണത്. ഷട്ടർ പോയിട്ടില്ലേ? ഷട്ടർ ഉള്ളിലേക്ക് തള്ളിയിട്ടുണ്ടാകുന്ന ഓട്ടെ. ഷട്ടറും പോയിട്ട് അല്ലല്ലോ നീ പറഞ്ഞോ? പറ്റില്ല. ഇപ്പോൾ ബസ്സിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അത് ഭയങ്കര ദയനീയാവസ്ഥയാണ്. ദൈവവിരുദ്ധം കൊണ്ട് ആർക്കും ഒന്നും പറ്റിയില്ല എന്നുള്ളതാണ്. അതാണ് വലിയ ഭാഗ്യം. എന്താ കാര്യം, ഇതാണ് ബസ്. വണ്ടിയുടെ ഇടിച്ചിരിക്കുന്ന സെറ്റപ്പ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ആളപായം ഉള്ള പോലെ തോന്നുള്ളൂ. പക്ഷേ എന്തോ കണ്ണീർ തട്ടേണ്ടത് പിരികത്ത് തട്ടി എന്ന് പറഞ്ഞ പോലെയുള്ള വലിയ ഭാഗ്യം. വണ്ടിക്ക് കുറച്ച് കേടുപാടുകൾ കാര്യങ്ങളൊക്കെ 2 വണ്ടികൾക്കും ഉണ്ട്. അതിപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ സമാധാനിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവിലെ ചുങ്ങമന്നത്ത് നടന്ന സംഭവം എല്ലാവർക്കും ഭയങ്കര സങ്കട സീനാണ്. ഭയങ്കര ഇതാണ്. ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല. അപ്പോൾ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടതും കാര്യങ്ങളും. ശരി, എന്നാൽ പിന്നെ പോട്ടെ.